ഞാനിത് രാവിലെ കണ്ണൂരിൽ വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമാണ്. മതേതരത്വത്തെ സംരക്ഷിക്കാനാണ്. സമുദായങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും നല്ല മൈത്രി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാലമാവുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രഥമമായ ജോലി. അതാണ് ഞങ്ങളുടെ രാഹുൽജി, ഞങ്ങളുടെ നേതാവ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്രയിലും ഞങ്ങൾ സൂചിപ്പിച്ചത് വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുടക്കാനാണ്. അതുകൊണ്ട് വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ, അത്തരം വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഞങ്ങൾ ഏത് സംഘടനകൾക്കും എതിരല്ല. SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്, ധീവരസഭയെ ബഹുമാനിക്കുന്നുണ്ട്, പുലേർ മഹാസഭയെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ അസംഖ്യം OBC സംഘടനകളുണ്ട്, പിന്നോക്ക ജനവിഭാഗങ്ങൾ, അതിപിന്നോക്ക ജനവിഭാഗങ്ങളുള്ള സംഘടനകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കേരള സമൂഹം. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ട്, അത് ഉറച്ചു നിൽക്കും. ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം 2 മാസം അകലെ കാത്തു നിൽക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ 10 കൊല്ലക്കാലമായി തകർത്തിരിക്കുന്ന ഒരു സർക്കാരിനെ മാറ്റുക, എടുത്ത് ദൂരെ കളയുക എന്നുള്ള വലിയ ദൗത്യത്തിൽ ഞങ്ങൾ ആദ്യ സെമി ഫൈനലിൽ ജയിച്ചു നിന്നു. ഇനി ഫൈനലിലേക്ക് പോവാണ്. ഇവിടെ വിഷയങ്ങളെ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്ത് വരും ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ 1, 2, 3, 4, 5, 6 എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളെന്താ ചോദിക്കാത്തത്? ശബരിമലയിലെ സ്വർണ്ണക്കേസിൻ്റെ ഇഷ്യൂ ഇന്നലെ ഇഷ്യൂ ആണല്ലോ. അത് ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതാണല്ലോ. ED ഇന്നലെ റെയ്ഡ് നടത്തിയെന്നുള്ള വാർത്തയുണ്ടല്ലോ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെയെല്ലാം മാറ്റിമറിക്കാൻ ആരെങ്കിലുമൊക്കെ പ്രസ്താവന പറഞ്ഞാൽ അതിന് മറുപടി പറയലല്ല ഞങ്ങളുടെ ജോലി. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ടാണ് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് സിസ്റ്റമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ്സിലൊരു കോർ കമ്മിറ്റി ഉണ്ട്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ടീമുണ്ട്. എല്ലാവരും കൂടി ആലോചിച്ചിരുന്നിട്ടാണ് സ്ട്രാറ്റജികൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക. ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തെത്തി നിൽക്കുകയാണ്. ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ ഞങ്ങൾ ഒന്നിനെയും സമ്മതിക്കില്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയുകയാണ്, ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളിപ്പം ഇത് ചോദിച്ചു ചോദ്യം, ഒരു മന്ത്രി നടത്തിയ പ്രസ്ഥാനം കാസർഗോഡിനെ കുറിച്ച് നിങ്ങൾ എന്താ ചോദിക്കാത്തത്? കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ കാസർഗോഡ് എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. മല്ലികാർജ്ജുന ക്ഷേത്രം ഞാൻ കേസ് ആയിരിക്കുന്ന കുട്ടിയായിരിക്കുന്ന കാലത്ത് മുതൽ കേൾക്കുന്നതാണ്. കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്ന കാലം ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ജാതി നോക്കിയിട്ടാണ് വോട്ട് ചെയ്തിട്ട് ഒരാളുടെ പേര് നോക്കി വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പാരമ്പര്യമുണ്ടെന്ന്. തിരിച്ച് ഞാൻ ചോദിച്ചോട്ടെ, ജയിക്കുന്നവരുടെ പേര് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതുകൊണ്ട് ഒരു നാടിനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? കാസർഗോഡിനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? ആക്ഷേപം അർഹിക്കുന്ന നാടാണോ കാസർഗോഡ്? ഒരു മന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ആരും അല്ല പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾ. കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയ നാടാണ് ഈ നാട്. അതിൽ നിന്നെന്താണ് ഇതിൽ വ്യത്യാസം? ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗത്തിലും എന്താണ്? അതിനേക്കാൾ കടുത്ത പ്രസംഗമല്ലേ നടത്തിയിരിക്കുന്നത്? ഇത് ക്ലിയർ ഭരണഘടനാ ലംഘനമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് ഈ പ്രസംഗത്തിലൂടെ. കാസർഗോഡും മലപ്പുറത്തും കൂടെ ആർജവം ഉണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ എന്ന് പറയാം, ആർജവമെന്നല്ല, ഉളുപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി 1 മിനിറ്റ് പോലും ആ മന്ത്രിയെ നിർത്താൻ പാടില്ല. എന്നിട്ട് പ്രസംഗിക്കും മുഖ്യമന്ത്രി മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ. അപമാനമല്ലേ കേരളത്തിന് ഇത്തരം? ഇങ്ങനെയാണോ കേരളത്തിൽ ജനങ്ങളെ കാണേണ്ടത്? വളരെ അപമാനകരമായ പ്രസ്താവനയല്ലേ? കേരളം കണ്ട ഏറ്റവും വലിയ അപമാനകരമായ പ്രസ്താവന. അതൊരു മന്ത്രി നടത്തുമ്പോൾ ആ മന്ത്രിയെ പൂജിക്കുക, താലോലിക്കുക ചെയ്യുന്ന മുഖ്യമന്ത്രി, സത്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം വളവിട്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി മാത്രമാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും വർഗീയ ചേരിതിരിലേക്ക് തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇനി ആകെ ലക്ഷ്യം വർഗീയത ആളിക്കത്തിക്കലാണെന്ന് തോന്നിയിട്ട് ആ മരുന്നെടുത്ത് ഉപയോഗിക്കാൻ നോക്കുകയാണ്. തീക്കളിയാണെന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞു.
നിങ്ങൾ എത്ര ഉപയോഗിച്ചിട്ടും കാര്യമില്ല. ജനം വിഡ്ഢികളല്ല, ജനത്തിന് മനസ്സിലാവും. അവസാന ദിവസമാകുമ്പോൾ തിരഞ്ഞെടുപ്പിനടുത്ത് നിൽക്കുമ്പം എല്ലാം തോറ്റുപോകുമെന്ന് മനസ്സിലാവുമ്പോൾ തോന്നുന്ന ഈ വെപ്രാളം ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ഈ വെപ്രാളത്തിൽ നിന്നുണ്ടായത് ഇതെല്ലാം. ഇന്നിപ്പോൾ പറയും ഗവർണറുടെ പ്രസംഗം. കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ നിങ്ങൾ കേട്ടില്ല എത്രമാത്രം പ്രസംഗങ്ങൾ കട്ട് ചെയ്തു. അന്നേരം ആ പ്രസംഗം കട്ട് ചെയ്ത പ്രസംഗം ഉൾപ്പെടുത്തി നിയമസഭയിൽ പ്രസംഗിച്ചിട്ടില്ലല്ലോ. ഇതേ ഗവർണർ എഴുതി കൊടുക്കുന്ന വൈസ് ചാൻസലർക്ക് ഒപ്പിട്ട് കൊടുത്ത ആളല്ലേ ഒത്തുതീർപ്പിൽ. പാർട്ടി പോലും അറിയാതെ ഇതേ ഗവർണറുമായിട്ട് ആദ്യ ശീതസമരം, പിന്നെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഗവർണർ പറയുന്ന വൈസ് ചാൻസലർ ഞാൻ സ്വീകരിക്കും, ഞാൻ പറയുന്ന വൈസ് ചാൻസലർ നിങ്ങളും സ്വീകരിക്കുക. എന്തൊരു ഐക്യമായിരുന്നു. ഇതെല്ലാം നാടകം. കൃത്യമായിട്ട് ഇതെല്ലാം തിരിച്ചറിയുന്നവരാണ് കേരളം. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും സങ്കടമുള്ളത് ഈ കാസർഗോഡ് വന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയോട് കാണിച്ചിരിക്കുന്ന ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഒരു മന്ത്രിയിൽ നിന്നുണ്ടായത്. ഇതിനെ ലൈറ്റായിട്ടാണ് മുഖ്യമന്ത്രി എടുക്കുന്നെങ്കിൽ അത് വലിയ വലിയ ഭവിഷ്യത്തുകൾക്ക് പോകും. ജൻസി യാത്ര ഉദ്ഘാടനം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഈ പുതിയ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ജൻസിയെ കൂടി ലക്ഷ്യമിട്ടിട്ടുള്ള പ്രധാന പരിപാടികളായിരിക്കുമോ? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാതലായിട്ടുള്ളൊരു സമൂഹം എന്ന് പറയുന്നത് ജൻസി തന്നെയാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള പ്രതീക്ഷകളുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള ആശയങ്ങളുണ്ട്. അവരുടെ ആശയങ്ങളും അവരുടെ കാഴ്ചപ്പാടും കൺസിഡർ എടുക്കുന്നൊരു ഭരണകൂടം കേരളത്തിലുണ്ടാവണം. നമ്മുടെ നാട്ടിലെ പഴയകാല സങ്കല്പങ്ങളൊക്കെ മാറി പുതിയ സങ്കല്പം നമ്മുടെ തന്നെ മക്കൾക്ക് നമ്മുടെ സങ്കല്പമല്ല ഇപ്പോൾ. ഇത് ഉൾക്കൊള്ളാൻ പലർക്കും പാടാണ്. പക്ഷേ നമ്മുടെ കേരള സമൂഹം അത് ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് വരുന്നൊരു ഗവൺമെൻറ്, പോസിറ്റീവായിട്ടുള്ളൊരു ഗവൺമെൻറ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കറിയാം, ബ്രെയിൻ ഡ്രെയിൻ. കാസർഗോഡിന് തീരപ്രദേശങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, മലയോര പ്രദേശങ്ങൾ എടുത്ത് നോക്കിയാൽ എത്ര കുട്ടികളാണ് വിദേശത്ത് പോകുന്നത് പഠിക്കുന്നത്, അച്ഛനും അമ്മയും ഒറ്റക്ക്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ജോലിയില്ല, ജോലി കിട്ടിയാൽ തന്നെ മതിയായ ശമ്പളമില്ല. അപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതി 10 കൊല്ലമായിട്ട് ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പം? ആ സങ്കല്പത്തിനനുസരിച്ച് പ്ലാനും പദ്ധതി ഉണ്ടാക്കാനാണ് UDF ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയാണ് ഇത്. മറ്റൊരു വിഷയം, ഈ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിന്റെ പേരിൽ കോൺഗ്രസിനെതിരെ ഇടതുപക്ഷം പല ആരോപണം ഉന്നയിക്കുമ്പോഴും ഈ അബ്ദുറഹ്മാൻ ജമാഅത്തെ ഇസ്ലാമി പരിപാടി അത് അവർക്കെല്ലാം ആവാം. അവരുടെ കൂടെ കൂടിയാൽ പിന്നെ എല്ലാം ശുദ്ധമായി. CPM-ൻ്റെ കൂടെ കൂടിയാൽ പിന്നെ എല്ലാ പാപങ്ങളും കഴുകിക്കളയും. അപ്പോൾ ശുദ്ധമായി, വൃത്തിയായി. ഇതൊക്കെ ഇതെന്നെ പറഞ്ഞ് ഇത്തരം പറയുന്ന ഒരു സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രകടമായ തെളിവാണിത്. അത്രയും. താങ്ക് യു.